കിലോമീറ്ററിന്റെ ജെനുവിനിറ്റി 67,000 67,000 ജെനുവിനാണോ എന്നുള്ളതാണ്. ഫുൾ ടൊയോട്ട ഷോറൂമിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. 2015 തൊട്ടിട്ട് 2025 വരെ ഓരോ വർഷം ഈ വണ്ടി സർവീസിന് കയറിയതിന്റെ ടൊയോട്ടയുടെ ഷോറൂമിന്റെ ബില്ലുകൾ ഇരിപ്പുണ്ട്. എന്തൊക്കെ മാറി എന്തൊക്കെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ ബില്ലുകൾ ഇരിപ്പുണ്ട്. അതിൽ കറക്റ്റ് കിലോമീറ്റർ മെൻഷൻഡ് ആണ്. ഈ വെഹിക്കിൾ വേറെ ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എസ് ഡ്രൈവ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫും മൂൺ റൂഫും ഒക്കെ വരുന്ന വേരിയന്റ് ആണ്. റിവേഴ്സ് ക്യാം ഓൾറെഡി BMW ഇൻബിൽറ്റ് ക്യാമും ന്യൂ ടൈപ്പ് മ്യൂസിക് ഇൻഫോർടൈൻമെന്റ് ഇതിൽ ഇരിക്കുന്നത്. വണ്ടികൾ ഒരുപാട് പല പ്രൈസ് റേഞ്ചിൽ കിട്ടാനുണ്ട്. നാട്ടിലുള്ള ആർക്കും വേണമെങ്കിലും അവിടെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി എടുക്കാം, നോക്കിയെടുക്കുക. ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയിട്ടുള്ള വെഹിക്കിൾസ് മീറ്റർ ടാമ്പർ ചെയ്ത് അത് 1 ലക്ഷത്തിൽ താഴേക്ക് ആക്കിയിട്ട് മീറ്റർ ആക്കി ഇടും. ഒന്ന് ഇടിച്ച വണ്ടികൾ വർക്ക് ചെയ്തിട്ട് ഇടും. അതിലൊന്നും പോയി പെടാതെ ഇരിക്കുക. ചെക്ക് ചെയ്തിട്ട് നോക്കിയെടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം. പിന്നെ ഏറ്റവും പ്രശ്നം ഡോക്യുമെന്റേഷനിലാണ്. എനിക്ക് തന്നെ ഒരുപാട് കോൾസ് ആഴ്ചയിൽ എങ്ങനെ പോലും ഒരു കോൾ വരും, ഞാനൊരു വണ്ടീന്റെ സ്ഥലത്ത് നിന്ന് എടുത്തതാണ്, ഇതിന്റെ NOC ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചിട്ട്. നമ്മളിടുന്ന് ആരാണോ കസ്റ്റമർ എടുക്കുന്നത് അവരുടെ പേരിൽ അവരുടെ നാട്ടില് NOC എടുത്തു കൊടുത്ത് അവരുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാം. ഫാൻസി നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസി നമ്പർ എടുക്കുകയും ചെയ്യാം. മാറണമെങ്കിൽ എത്ര കോസ്റ്റ് ഒരു 5.5 ലാക്സിന്റെ അടുത്താണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീമിയം കാസുകളുടെ ഒരു അടാറ് വീഡിയോ ആയിട്ട് നമ്മൾ പ്രീമിയം വീൽസിൽ വന്നിരിക്കുകയാണ്. സലീം ഭായ് സ്വാഗതം. കുറേ ഇല്ലേ നമ്മൾ ചെയ്തിട്ട്? ഒരു 6 മാസമായി വീഡിയോ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവരെന്ന് വെച്ചാൽ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതർ സ്റ്റേറ്റ് ഇപ്പോൾ ഡൽഹിയിൽ വരുന്ന വണ്ടികൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ കാണാനുള്ളൂ. അവിടെ ഇന്ധനം കൊടുക്കുന്നില്ല. 10 വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടിക്കും 15 വർഷം കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിക്കും ഇന്ധനം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചുളുവിലയ്ക്ക് വാഹനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 വർഷം. ഈ 2 വർഷം മുമ്പും അന്ന് വീഡിയോ ചെയ്യുമ്പോഴും ഈ നിയമം ഉള്ളതാണ്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡീസൽ വണ്ടികളും 15 വർഷം കഴിഞ്ഞിട്ടുള്ള പെട്രോൾ വണ്ടികളും ഡൽഹി സ്റ്റേറ്റിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തായാലും ഫൈൻ അടിച്ചിട്ട്, അത് കേരള വണ്ടിയായാലും ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള, കേരള വണ്ടിയായാലും തമിഴ്നാട് വണ്ടിയായാലും കർണാടക വണ്ടിയായാലും അപ്പുറത്തെ സ്റ്റേറ്റിലെ UPയോ പഞ്ചാബോ ഹരിയാന എവിടുത്തെ വണ്ടിയും ഡൽഹി സ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് കടന്നാലുള്ള നിയമമാണ്. ഓക്കെ, ഇപ്പൊ അത് പെട്രോൾ കൊടുക്കുന്നില്ല എന്നുള്ളത് മീഡിയയില് ജസ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാലല്ലേ പെട്രോൾ അത് അടിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ തന്നെ പോലീസും എല്ലാവരും നിൽപ്പുണ്ടാവും പമ്പിന്റെ അടുത്ത് തന്നെ. കയറുന്ന ഓരോ വണ്ടികളെയും അതിപ്പോ 10 വർഷത്തിന് മുമ്പുള്ള വണ്ടിയായാലും അവര് ജസ്റ്റ് നമ്പർ അടിച്ച് നോക്കും, വെരിഫൈ ചെയ്തിട്ടാണ് അത് ഓരോ വണ്ടികളും വിടുന്നത്. അപ്പം മുമ്പും ഈ വെഹിക്കിൾസ് ഡൽഹി സിറ്റിയുടെ ഉള്ളില് കേറുന്നില്ല. ഇപ്പൊ ഇതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിട്ട് അവര് ജസ്റ്റ് ഒരു കയറി കഴിഞ്ഞാൽ അന്ന് ഫൈൻ ഉണ്ടായിരുന്നു. കയറി കഴിഞ്ഞാൽ മുമ്പും ഫൈൻ ഉള്ളതാണ്. ഓക്കെ, കയറി കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് കിട്ടും. ആ വണ്ടിനെ റിപ്പീറ്റഡ് കയറി കഴിഞ്ഞാൽ പോലീസ് അത് പിടിച്ചിട്ട് പോകും. ആ വണ്ടികൾ തന്നെയാണ് ഇപ്പോഴും 2-3 വർഷം മുമ്പും കേരളത്തിലേക്കും ബാക്കിയുള്ള സ്റ്റേറ്റിലേക്കും വന്നുകൊണ്ട് ഇവിടെ നമ്പർ മാറ്റിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ടൊയോട്ട ആയാലും പ്രീമിയം ആയാലും. ഓക്കെ, അപ്പൊ അതിലിപ്പോ ഒരു കൺസേൺസും ഇല്ല. ഇത് സംഭവം എന്താണെന്ന് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് അയ്യോ ഇനിയിപ്പോ ഇവിടെ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂല എന്നൊക്കെ ഉള്ളൊരു ഭീതിയാണ്. ഒരു കൺസേണും ഇല്ല. ഡൽഹിയിലെ ആ ഒരു പൊല്യൂഷന്റെ പ്രശ്നമുണ്ട് അവിടെ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ബാക്കി അതർ സ്റ്റേറ്റിൽ എവിടെയും ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഡൽഹി എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലേ, ചെറിയൊരു ഏരിയ. പിന്നെ ചുളുവിലയ്ക്ക് വണ്ടികൾ ഈ നിയമം വന്നതുകൊണ്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഈ നിയമം ഞാൻ പറഞ്ഞ പോലെ ഒരു 3 years ബാക്കും ഉള്ള നിയമം തന്നെയാണ്. അതിന് മുമ്പേ ഉണ്ട്, 6-7 വർഷമായിട്ടുള്ള നിയമമാണ്. ഓക്കെ, വണ്ടികൾ ഒരുപാട് പല പ്രൈസ് റേഞ്ചിൽ കിട്ടാനുണ്ട്. നാട്ടിലുള്ള ആർക്കും വേണമെങ്കിലും അവിടെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി എടുക്കാം, നോക്കിയെടുക്കുക. ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയിട്ടുള്ള വെഹിക്കിൾസ് മീറ്റർ ടാമ്പർ ചെയ്ത് അത് 1 ലക്ഷത്തിൽ താഴേക്ക് ആക്കിയിട്ട് മീറ്റർ ആക്കി ഇടും. ഒന്ന് ഇടിച്ച വണ്ടികൾ വർക്ക് ചെയ്തിട്ട് ഇടും. അതിലൊന്നും പോയി പെടാതെ ഇരിക്കുക. ചെക്ക് ചെയ്തിട്ട് നോക്കിയെടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം. പിന്നെ ഏറ്റവും പ്രശ്നം ഡോക്യുമെന്റേഷനിലാണ്. എനിക്ക് തന്നെ ഒരുപാട് കോൾസ് ആഴ്ചയിൽ എങ്ങനെ പോലും ഒരു കോൾ വരും, ഞാനൊരു വണ്ടീന്റെ സ്ഥലത്ത് നിന്ന് എടുത്തതാണ്, ഇതിന്റെ NOC ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചിട്ട്. ഡോക്യുമെന്റേഷനിലാണ് എല്ലാവരും ബുദ്ധിമുട്ട് വരും. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഞാനും സലാമും ശരത്തും മാത്രമേ ഉള്ളൂ പ്രീമിയം വീൽസിൽ. ശരത്ത് ഓൾറെഡി ഡൽഹിയിലുള്ളതാണ്. ഇത് നമ്മൾ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഡയറക്റ്റ് ഇവിടുന്ന് ഡോക്യുമെന്റ്സ് ശരത്തിന് അയച്ചു കൊടുത്ത് ശരത്ത് അത് ബൈ ഹാൻഡ് ആണ് RT ഓഫീസിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്ത്
അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും കേലാക്കിയതിന് ശേഷവും ആഫ്റ്റർ 6 months 1 year ഒക്കെ നമ്മൾ പിന്നെയും പോയി ആ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് എടുക്കുന്നത്. അതെ, ഓക്കെ, നമ്മുടെ പേജിൽ കയറി കഴിഞ്ഞാൽ ഒരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 3-4 months കഴിയുമ്പോൾ എന്തായാലും ആ വണ്ടി കേലായി മാറിയതിന് ശേഷം വീണ്ടും കസ്റ്റമറെ പോയി കണ്ടിട്ട് ആ നമ്പറും കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ സർവീസിനെ പറ്റി ഒന്നും പറയാനില്ല. ഓക്കെ, 2 കൊല്ലമായിട്ട് നമ്മുടെ ചെയ്യുന്നതാണ്. ഇന്നത്തേലതാ ഒരു ഇന്നോവ കാണുന്നുണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ബാക്കി 3 പ്രീമിയം കാറ്റഗറി ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിൽ C220D സെഡാൻ, BMW X1, Mercedes GLE 250D, Toyota Fortuner, പിന്നെ ഇന്നോവ ഇന്റർകൂളർ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും വാഹനങ്ങളുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും അതർ സ്റ്റേറ്റ് വണ്ടിയല്ലേ. ഓക്കെ. ഇവരുടെ അടുത്ത് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അല്ലേ, ക്ലെയിം ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ. വണ്ടി ഇപ്പോൾ ഷോറൂം സർവീസ് ഹിസ്റ്ററിയിൽ ഇപ്പോൾ പുറത്തു കൊടുത്ത് ചിലപ്പോൾ ചെയ്യിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് ഒരു വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. ക്ലെയിം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ലൊക്കേഷൻ വരുന്നത് പ്രീമിയം മിൽസിന്റെ ലൊക്കേഷൻ ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് അല്ലേ? അമ്പലത്തിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 minute ഡ്രൈവേ ഉള്ളൂ വീട്ടിലേക്ക്. ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് തന്നെ നമ്മുടെ ജെനുവിനിറ്റി അതാണ്. ഞാനും ഫാമിലി ആയിട്ട് താമസിക്കുന്ന വീടാണ്. ഒരു ആൾക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ. എന്റെ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ഏതെങ്കിലും കസ്റ്റമറെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല, സത്യം. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യ വാഹനം നമുക്ക് ഈ SUV സെഗ്മെന്റിൽ തുടങ്ങാം. GLE 250 ആണ് മെർസിഡസ് ബെൻസ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഈ വെഹിക്കിള് 2016 വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 50,000 kilometers ആണ് ഡ്രിവൺ. ഫുൾ മെർസിഡസ് ബെൻസിന്റെ ഓതറൈസ് സർവീസ് സെന്ററിൽ സർവീസ് ഹിസ്റ്ററിയും റെക്കോർഡുള്ള വെഹിക്കിളാണ്. ഇപ്പൊ റീസെന്റ് 50,000 സർവീസ് മെർസിഡസ് ബെൻസിന്റെ ഓതറൈസ് സർവീസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയതാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. 2026 ജൂൺ മന്ത് വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. 40 lakhs 40 ലക്ഷം രൂപ ഈ വെഹിക്കിളിന് ഇൻഷുറൻസിൽ IDV കിടപ്പുണ്ട്. ക്ലീൻ വെഹിക്കിൾ ആണ്. ഇത് ഒരു ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പൊ കാണുന്ന എല്ലാവരും ഡോക്ടർ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുമ്പോൾ സാധാരണ കളിയാക്കാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു ഡോക്ടർ, ഒരു ഞാനത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഡെലിവറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് വണ്ടി എടുക്കുന്നതിന്. ആള് ഡ്രൈവറെ വെച്ചിട്ട് പോയി വന്നും കൊണ്ടിരുന്നിരുന്നതാണ്. പക്ഷെ ഈ ഡോക്ടർ ഉപയോഗിച്ചതായാലും വക്കീൽ ഉപയോഗിച്ചതായാലും എഞ്ചിനീയർ ഉപയോഗിച്ചതായാലും വണ്ടി വൃത്തിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ആ ക്വാളിറ്റി വെഹിക്കിളിൽ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇന്റീരിയർ കണ്ടിരുന്നു. ഇത് RC ഡോക്ടറുടെ പേരും പ്രൂഫും ID പ്രൂഫിലൊക്കെ തന്നെയാണ്. പറയുന്നതല്ല ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ വണ്ടി എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ. അതുകൊണ്ടാണ് ട്രോളുന്നത്. ആര് ഉപയോഗിച്ചാലും വണ്ടി മര്യാദക്ക് ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നോക്കിയാലേ അറിയാം. ഇതില് റീപ്ലേസ്മെന്റ്സ് ആക്സിഡന്റ്സ് ഒന്നുമില്ല. അതിപ്പോ ഒറിജിനൽ മെർസിഡീസിന്റെ ബാഡ്ജിങ്ങിൽ സൈൻ വരെയുള്ള ഗ്ലാസ് ആണ് കിടക്കുന്നത്. ഓക്കെ. 2016 മോഡല് 50,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് പോയ വണ്ടി. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇവിടെ? 26.5 ലക്ഷം രൂപ. 26.5 lakhs വിത്ത് NOC. 40 ലക്ഷം IDV 40 lakhs IDV ഉണ്ട്. 26.5 lakhs ആണ് ഈ വെഹിക്കിളിന് ചോദിക്കുന്നത്. നമ്മളിടുന്ന് ആരാണോ കസ്റ്റമർ എടുക്കുന്നത് അവരുടെ പേരിൽ അവരുടെ നാട്ടില് NOC എടുത്തു കൊടുത്ത് അവരുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാം. ഫാൻസി നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫാൻസി നമ്പർ എടുക്കുകയും ചെയ്യാം. മാറണമെങ്കിൽ എത്ര കോസ്റ്റ്? ഓൾമോസ്റ്റ് ഒരു 5.5 lakhs അടുത്താണ് ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. 5.5 ലക്ഷം അല്ലേ ഏകദേശം. ഓക്കെ. അപ്പോൾ ഇത്രയും നീറ്റ് ഒരു GLE വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? ഇപ്പോൾ 1 crore plus അടുത്താണ് പ്രൈസ് നിൽക്കുന്നത്. അന്ന് ഓൾമോസ്റ്റ് ഒരു 80-85 lakhs അടുത്ത് പ്രൈസ് ഉണ്ട്. ഇത് തന്നെ KL വെഹിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 above ഈ ക്വാളിറ്റിയിലുള്ള വണ്ടിക്ക് വില വരുന്നുണ്ട് കേരള വണ്ടിക്ക്. അപ്പോൾ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് രജിസ്റ്റേർഡ് ആയാലും എങ്ങനെ പോയാലും ഒരു 10-20 ലക്ഷം രൂപ ലാഭമായിരിക്കും. ഈ വെഹിക്കിളിന് തെറ്റില്ലാതെ മൈലേജും കിട്ടും. ഇപ്പം ഞാനും ഒരു GLE എടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട്. ഞാൻ ML എടുത്തിട്ട് കൺവേർട്ട് ചെയ്തതാണ്. സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ PYയിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടുള്ള ഡ്രൈവിൽ വൃത്തിയായിട്ട് ഒരു നമ്മളധികം RPM കയറ്റാതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 16-16 വരെയൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഈ GLEയിൽ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഓക്കെ. സാധാരണ SUV ML ഒന്നും അങ്ങനെ ഡ്രൈവ് മോഡ്സ് ഉണ്ടാവില്ല. ഇതിൽ
ഇക്കണോമിക് മോഡ്, കംഫർട്ട് മോഡ്, സ്പോർട്ട് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേരിയൻസ് ഉണ്ട്. ഒരു സെമി ഓഫ് റോഡർ കൂടിയാണ്. ഞാൻ വെച്ചിട്ട് വലിയ പാറയും കല്ലും കയറ്റമല്ല, അത്യാവശ്യം ഓഫ് റോഡ്സിലൊക്കെ അതിലൊരു സ്ലിപ്പറി മോഡ് ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോയിക്കോളും. ഓക്കെ, അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം ലോണിന് ചാൻസ് ഉള്ളൂ അല്ലേ? അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലരും. ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ലോണിന്റെ ആൾക്കാരായിട്ട് ഇനീഷ്യലി സംസാരിച്ചത് ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റിലേക്ക് മാറി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ടോ? അടുത്തത് മെർസിഡസ് ബെൻസ് തന്നെ C-Class ആണ്. C220D, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വേരിയന്റ് ആണ്. BMW 3 സീരീസിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സീരീസ് ഒന്നും കൂടി പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലും ഇതിന് ഒബ്വിയസ്ലി പ്രൈസിങ് കൂടുതലാണ്. അതിന്റെ ഇന്റീരിയറും അതിന്റെ എഞ്ചിനും മെക്കാനിക്സും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വെഹിക്കിൾ ഒരു 20+ എന്തായാലും നീറ്റായിട്ട് ഡ്രൈവ് ചെയ്താലേട്ടാ മൈലേജ് കിട്ടും. 2-3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എപ്പോഴും ഈ റീസെയിൽ വാല്യൂ ഒരു വെഹിക്കിളിന് കൂടുതൽ വരിക മെയിൻ്റനൻസ് കുറവുള്ളതും മൈലേജ് കൂടുതലുള്ള വണ്ടിയൊക്കെയാണ് എല്ലാവരും കൂടുതൽ നോക്കിയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് വാല്യൂ കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, ഈ വെഹിക്കിളിന്റെ ഡീറ്റെയിൽ, ഇറ്റ്സ് എ 2016 9th month മാനുഫാക്ചർഡ് വെഹിക്കിൾ, 2017 രജിസ്റ്റേർഡ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ ഉള്ളത്. 59,000 കിലോമീറ്റേഴ്സ് ആണ് ഡ്രിവൺ. ഇപ്പൊ റീസെന്റ് 59,000 കിലോമീറ്റേഴ്സിന്റെ സർവീസ് മെർസിഡീസ് ബെൻസിന്റെ ഓതറൈസ് സർവീസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇനി അനദർ 1 year അല്ലെങ്കിൽ 15,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. അപ്പം എടുക്കുന്ന ആൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇല്ല. ഇൻഷുറൻസ് ഓൾസോ 2026 ജൂൺ, അടുത്ത വർഷം ജൂൺ വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. വിച്ച് ഹാസ് ആൻ IDV വാല്യൂ ഓഫ് 30 lakhs, 30 ലക്ഷം രൂപ IDV ഉണ്ട്. ആക്സിഡൻസോ റീപ്ലേസസോ ഒന്നുമില്ല. ഈവൻ ഗ്ലാസ് എല്ലാം ഒറിജിനൽ ആ ഇയറിൽ തന്നെയാണ് സിഗ്നേച്ചർ ഉണ്ട്. കാൾ ബെൻസിന്റെ വരുന്ന ഗ്ലാസസ് ഒക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, വെഹിക്കിൾ എങ്ങനെയുണ്ട് ജിനിൽ നോക്കിയിട്ട് പേഴ്സണലി? വെഹിക്കിൾ ഇവിടുത്തെ എല്ലാ വണ്ടികളും ഞാൻ വന്നപാടെ ഒന്ന് റൗണ്ട് അടിച്ചാണ് മൊത്തത്തിൽ. എല്ലാ വണ്ടികളും നീറ്റാണ്. ഓക്കെ, എത്ര നമ്മളിപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് 19,90,000, 19,90,000 രൂപയ്ക്ക് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, 59,000 കിലോമീറ്റർ, ഫുൾ സർവീസ് എല്ലാം കഴിഞ്ഞ് വെച്ചേക്കുന്ന ഈ ഒരു C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻറ്റാണ്. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറവാണ്. ധൈര്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ നിന്ന് ആരാണ് എടുക്കുന്നത് അവരുടെ പേരിലേക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങോട്ട് വെഹിക്കിളും മാറുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 lakhs ഉള്ളിലാണ് ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത് നിങ്ങൾ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ എത്ര കോസ്റ്റ് വന്നു? നോർമൽ സർവീസ് ആണോ ചെയ്തത്? ഓൾമോസ്റ്റ് ഒരു 20,000 rupees ആണ് സർവീസിന് കോസ്റ്റ് വന്നത്. ജനറൽ സർവീസ് ആണ്, വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഒന്നുമില്ലായിരുന്നു. നമ്മള് എറണാകുളത്തെ മെർസിഡീസിന്റെ ഷോറൂം ഉണ്ട്, കോസ്റ്റൽ കാർസ്, അവിടെ നിന്നാണ് ഇപ്പൊ റീസെന്റ് സർവീസ് കഴിഞ്ഞത്. ഏകദേശം ഒരു സർവീസ് കോസ്റ്റ് ചോദിച്ചാണ്, വേറൊന്നുമില്ല. അത് തന്നെ നമ്മളിപ്പോ പുറത്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർസ് എല്ലാം ഒറിജിനൽ മേടിക്കാൻ കിട്ടും. അതിപ്പോ ഒരു 10,000 ഉള്ളിലേ കോസ്റ്റ് വരുള്ളൂ. ഞാൻ എന്റെ പേഴ്സണൽ കാർസ് പുറത്തു കൊടുത്തു, ഷോറൂമിൽ കൊടുത്തതിൽ ഉള്ള ഇപ്പൊ ഡിഫറൻസസ് അങ്ങനെ വരുന്നില്ല. ആ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ഗാരേജസ് പുറത്തുണ്ട്. ഇതിൽ മാറ്റുന്ന സാധനം നല്ല ഒറിജിനൽ സ്പെയർസ് ഇട്ടിട്ട് ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, എന്തായാലും ഇതും എങ്ങോട്ടും NOC എടുത്തിട്ടില്ല, നിങ്ങളുടെ നമ്പറിൽ നിങ്ങളുടെ RTOയിലേക്ക് എടുത്തു തരും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ടോ? 2 ബെൻസ് കണ്ടില്ലേ? ഇനി ഒരു BM ആവാം. BMWയുടെ SUV ആണ്, X1 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഈ വെഹിക്കിൾ 2017 ഡിസംബർ മന്ത് മാനുഫാക്ചർഡ്, 2017 തന്നെ രജിസ്റ്റേർഡ്. ഓക്കെ, ലാസ്റ്റ് വണ്ടിയാണല്ലോ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിളാണ്. 50,000 ആണ് ആകെ ഡ്രിവൺ, 50,000 കിലോമീറ്റർ. എൻറ്റയർ 50,000 കറക്റ്റ് പീരിയോഡിക് ഷോറൂമിൽ എവറി ഇയർ കയറി സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിൾ വേറെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. S-Drive ആണ്, ഫുൾ ഓപ്ഷൻ, സൺറൂഫും മൂൺ റൂഫും ഒക്കെ വരുന്ന വേരിയന്റ് ആണ്. റിവേഴ്സ് ക്യാം ഓൾറെഡി BMWന്റെ ഇൻബിൽഡ് ക്യാമും ന്യൂ ടൈപ്പ് മ്യൂസിക് ഇൻഫോർടൈൻമെന്റ് ഇതിൽ ഇരിക്കുന്നത്. അതാ ലാസ്റ്റ് വന്നിരിക്കുന്ന വെഹിക്കിളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വർഷം 2026 ജൂൺ മന്ത് വരെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. 30 lakhs, 30 ലക്ഷം രൂപ IDV ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സർവീസ് ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് ചെയ്താൽ മതി. പ്രറ്റി ഗുഡ് മൈലേജ്, നമുക്കൊരു 20+ ഹൈവേസിൽ
വൃത്തിയായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇക്കോ പ്രോ മോഡൽ ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് തന്നെ 100-120 പോയാൽ കിട്ടത്തില്ല. ഞാൻ പറയുന്ന സ്പീഡിൽ ഓടിച്ചാൽ 100% എന്തെങ്കിലും കിട്ടും. ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് ഞാൻ പേഴ്സണലി ഒരു 2-3 ഇയേഴ്സ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ വെഹിക്കിളിന് പ്രൈസ് കോട്ട് ചെയ്തിരിക്കുന്നത് 18.75, 18,70,75,000 രൂപ. 2017 മോഡൽ, 50,000 കിലോമീറ്റർ, X1 ആണ്, സിംഗിൾ ഓൺഷിപ്പ് അല്ല? യെസ്. ഓക്കെ. ഇത് കേരളത്തിലേക്ക് മാറ്റാൻ ഓൾമോസ്റ്റ് ഒരു 4 lakhs ± ആണ് ടാക്സ് വരിക. നമ്മളടുത്ത് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സിലുള്ള RTOയിലേക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. യെസ്. ഓക്കെ. അപ്പോൾ 18,70,75,000 ആണ്. ഫുൾ കമ്പനി പ്രോപ്പർ സർവീസ് പോയ വാഹനം. എങ്ങനെയുണ്ട്? ഇന്റീരിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഓരോന്നിനും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും കാണിക്കത്തില്ലേ. എന്തായാലും അത്രയും നീറ്റാണ് വണ്ടി. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല നിങ്ങളടുത്ത്, അത്രയും നീറ്റ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ട് വീഡിയോ നമ്മൾ ഒരു 5-6 വീഡിയോ ചെയ്തില്ലേ? യെസ്. ഇത്ര വീഡിയോ ചെയ്തിട്ട് അത്രയും സെയിൽ നടന്നിട്ട് ഒരു കംപ്ലൈൻറ്റും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ഓക്കെ. അപ്പോൾ താല്പര്യത്തോടെ വിളിക്കാം. അടുത്ത വണ്ടിയിലോട്ട് ടൊയോട്ട ഫോർച്യൂണർ 2 wheel ഓട്ടോമാറ്റിക് അല്ലേ? യെസ്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഈ വെഹിക്കിൾ 2017 രജിസ്റ്റേർഡ് ആണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 മാത്രം. അതാണ് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് അല്ലേ? ഓക്കെ. 1 lakhൽ താഴെ വെറും 60,000. ഒരു എന്താ പറയുക, 8 വർഷം കൊണ്ടാണ് 60,000. സാധാരണ ഒരു ചെറിയ കാർ ഓടുന്നതിനേക്കാൾ കുറവ് അല്ലേ? ഓക്കെ. 100% ജെനുവിൻ കിലോമീറ്റർ. എൻറ്റയർ 60,000 സർവീസിന്റെ കിലോമീറ്റർ 1 തൊട്ടിട്ട് കിലോമീറ്റർ 60,000 വരെയുള്ള ഓരോ വർഷം ടൊയോട്ടയുടെ ഷോറൂമിൽ ഓരോ സർവീസിന് കയറിയതിന്റെ ഡീറ്റെയിൽ ബില്ല് വരെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഓക്കെ. ഓക്കെ. അതായത് 2017, 18, 19 അങ്ങനെ 25 വരെ ഓരോ വർഷം കയറിയതിന്റെ ബില്ലുണ്ട്, പ്ലസ് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡൻസ് ഒന്നുമില്ല, ക്ലീൻ വെഹിക്കിൾ. ഓക്കെ. 2026 ജൂൺ വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. 35 ലക്ഷം രൂപ ഇൻഷുറൻസിൽ IDV ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ പോലത്തെ ടയേഴ്സ്, ബ്രിഡ്സ്റ്റോണിന്റെ 4 ടയേഴ്സ് കിടക്കുന്നത്. ഓക്കെ. എടുക്കുന്ന ആൾക്ക് ഒരു മെയിൻ്റനൻസ് ചെയ്യാനില്ല. ഇപ്പൊ റീസെന്റ് സർവീസ് കഴിഞ്ഞതാണ്. ഇനി 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് ചെയ്താൽ മതി. അന്ന് ഷോറൂമിൽ നിന്ന് വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ കിട്ടുന്ന സർവീസ് ബുക്ക്, 2 കീ, ബ്രാൻഡ് ന്യൂ വണ്ടി പോലെ എല്ലാം നമ്മളെ കയ്യിൽ ഈ വണ്ടിയുടെ അവൈലബിൾ ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓണർ ആണല്ലോ? സിംഗിൾ ഓണർ. ഓക്കെ. എത്രയാണ് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത്? 25.75 NOCയിൽ 25,70,75,000 രൂപ NOC പ്രൈസ് ആണ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഓൾമോസ്റ്റ് ഒരു 3-3.25 രൂപയുടെ അടുത്താണ് ഇങ്ങോട്ട് മാറുമ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരാം. ആരാണോ നമ്മളിടുന്ന് എടുക്കുന്നത് അവരെ സ്ഥലത്തേക്ക് NOC എടുത്ത് കൊടുക്കാം. അവരുടെ നാട്ടിൽ തന്നെ ഫാൻസി നമ്പറോ കാര്യങ്ങളോ വേണമെങ്കിൽ അതെല്ലാം നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഒരു 29 ലക്ഷം ഏകദേശം അല്ലേ? ഓക്കെ. പ്രൈസ് നിങ്ങൾ പറയുന്നതൊക്കെ ഏകദേശം ഫൈനലാണോ അതോ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്? മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. കേരള വണ്ടിക്ക് ഇതേ ഇങ്ങനത്തെ ഒരു വണ്ടി ലോ കിലോമീറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 32 ആ റേഞ്ചിൽ വരും. ഓൺ റോഡ് കേരള വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മാറ്റം വരും ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലും. അപ്പോൾ ഇത്രയും ലോ കിലോമീറ്റർ വാഹനമാണ്, അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം അല്ലേ? ഓക്കെ. ഇത്ര നേരം നമ്മൾ NOCയിലല്ലേ കണ്ടേ? അപ്പോൾ ലോണിന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി കൺഫേം ലോൺ കിട്ടുന്ന ഒരു ഇന്നോവയാണ്, അതും ലോ കിലോമീറ്റർ, വെറും 67,000 മാത്രം ഓടിയിട്ടുള്ളൊരു ഇന്നോവ. അതിന്റെ ജനുവിൻ്റെ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ വെഹിക്കിളാണ്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഇതിന്റെ ഓണർ ഞാൻ പർച്ചേസിന്റെ സമയത്ത് ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എടുത്ത സമയത്ത് NOC ഇല്ലാതെ തരില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ KL46 ഇവിടെ അടുത്ത് ഗുരുവായൂർ RTO ഓഫീസിലേക്ക് NOC എടുത്തു. എന്റെ പേരിൽ വണ്ടി ഇങ്ങോട്ട്. ഞാനാണ് സെക്കൻഡ് ഓണർ. പക്ഷെ ഫിസിക്കലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർ യൂസ് ആണ് വെഹിക്കിൾ വരുന്നത്. അപ്പോൾ ഈ വെഹിക്കിളിൽ ലോൺ ഈസി ആയിട്ട് കിട്ടും. ഓൾറെഡി KL ആയതുകൊണ്ട് വേറെ കൺസേൺസ് ഒന്നുമില്ല, ലോൺ ഈസി ആയിട്ട് കിട്ടും. ഇനി കിലോമീറ്ററിന്റെ ജെനുവിനിറ്റി 67,000, 67,000 ജെനുവിൻ ആണോ എന്നുള്ളതാണ്. ഫുൾ ടൊയോട്ട ഷോറൂമിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. 2015 തൊട്ടിട്ട് 2025 വരെ ഓരോ വർഷം
ഈ വണ്ടി സർവീസിന് കയറിയതിന്റെ ടൊയോട്ടയുടെ ഷോറൂമിന്റെ ബില്ലുകൾ ഇരിപ്പുണ്ട്. എന്തൊക്കെ മാറി എന്തൊക്കെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ ബില്ലുകൾ ഇരിപ്പുണ്ട്. അതിൽ കറക്റ്റ് കിലോമീറ്റർ മെൻഷൻഡ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസ് ഹിസ്റ്ററിയും ഇരിപ്പുണ്ട്. ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതേപോലെ ഇൻഷുറൻസിന്റെ ഹിസ്റ്ററി നിങ്ങൾ എടുക്കാറില്ല? അതിൽ ആക്സിഡന്റ് ഉണ്ടോ ക്ലെയിം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കാറുണ്ടായിരുന്നു. ഓക്കെ, വേറൊരു ക്ലെയിം ഇല്ല. അതേപോലെ 2026 ജൂൺ മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. 13.5 ലക്ഷം രൂപ വെഹിക്കിളിന് ഇൻഷുറൻസിൽ IDV വാല്യൂ ഉണ്ട്. ഓക്കെ, വണ്ടി അന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന യൂസർ മാനുവലും വണ്ടിയുടെ 2 ചാവിയും എല്ലാം തന്നെ നമുക്ക് പ്രീവിയസ് കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വെഹിക്കിളിന് ഇന്റീരിയർ ഇരിക്കുന്നത്. ഓൾറെഡി ലെതർ സീറ്റ് പ്രീവിയസ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. വുഡൻ പാനൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഒരു മ്യൂസിക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറ ഇതിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. സർവീസും കഴിഞ്ഞതാണ്. ഇനി ഒരു 10,000 കിലോമീറ്റർ വേണ്ടി സർവീസ് ചെയ്താൽ മതി. 1 വർഷം കഴിഞ്ഞിട്ട് ഇൻഷുറൻസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. ലോണും ഈസിലി അവൈലബിൾ ആയിരിക്കും. ഇന്റർകൂളർ ആണ് വണ്ടി വരുന്നത്. 2 കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടും. അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഒരുപാട് സ്റ്റോക്ക് എത്തട്ടെ അല്ലേ, പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ, പ്രീമിയം മിൽസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.